So welcome back guys to one of the another video. Okay, so ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് February 4th 2026. Okay, so mm, as you can see, കഴിഞ്ഞ മാസത്തെ ലോ ഇവിടെ ഡിസംബറിലെ ലോ ഇവിടെ ഇന്നലെ അത് രണ്ടും എടുത്തു. ഇന്നലത്തെ ആക്ച്വലി ഒരു ട്രിക്കി മാർക്കറ്റ് ആയിരുന്നു. നല്ല പാടായിരുന്നു ട്രേഡ് ചെയ്യാനൊക്കെ, നല്ല പാടാ. കാരണം നമുക്കത് ഒരു കോൺസെപ്റ്റ് ഐഡിയ ഇല്ലെങ്കിൽ അവിടെ മുമ്പിൽ മാറി തെറ്റിയിരിക്കത്തേ ഉള്ളൂ. സോ കാണാൻ പറയുന്ന അയാൾ ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. ഓക്കെ, സോ ഡെയിലി ചാർട്ട് ആ ഒരു ഇൻവെസ്റ്റർ വലിയ ഗ്യാപ്പ് പോയി പ്രീവിയസ് ഡേയ്സിലെ ഡെയിലി ഹൈകളൊക്കെ എടുത്തിട്ടാണ് താഴോട്ട് വന്നത്. ഇന്നലെ തുറന്നു കുറച്ച് മുണ്ടേക്കോട്ടേക്ക് പോയി, പിന്നെ താഴേക്ക് വന്നു. അനോട്ടേഷൻസ് ഇന്നലെ എടുത്തോന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. എനിക്കൊന്ന് എടുക്കുവാണെങ്കിൽ തന്നെ ഇത് മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ, സോ ഈ അനോട്ടേഷൻസ് ഞാൻ എടുക്കുന്നു. ഓക്കെ, സോ 0 കളയുന്നു, 0.5 ബാക്കി എല്ലാം എടുക്കും. 0 എന്ന് വെച്ചാൽ വീക്ക്ലിന്റെ സംഭവം തന്നെയാണ്, അതാ ഞാൻ എടുക്കാത്ത. ഓക്കെ, സോ അനോട്ടേഷൻസ് കളയുന്നു, ബാക്കിയെല്ലാം ഇന്നലത്തെ അനോട്ടേഷൻസ് ഒക്കെ തന്നെയാണ്. ഓക്കെ, അത് ഞാൻ കളഞ്ഞത് കാരണം വെച്ചാൽ ഒന്ന് ക്ലീൻ ആയിട്ട് ലുക്ക് ചെയ്യാൻ ഇരിക്കട്ടെ എന്ന് വെച്ചു. ഓക്കെ, സോ ഫൈൻ. സോ ഞാൻ ചാനൽ ഇതിന്റെ കൂടെ വെച്ച് ചെയ്ത് പോവാണ്. ഓക്കെ, സോ പിന്നെ അവർലി 4 hour ചാർട്ട് പോകും. ഓക്കെ, സോ 4 hour ചാർട്ടില് കാണാൻ പറ്റും ഈ ഒരു ഷെയർ ഗ്യാപ്പ്. ഇതാണ് ഇന്നലെ അവിടെ പ്ലേ ആയത്. പക്ഷെ ഞാൻ ഇത് എടുക്കുന്നില്ല, ഞാൻ ഓവർലി പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് എന്താ ജേണലിങ് നമ്മളിത് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, 4 hour ഓക്കെ, നമ്മൾ മെയിൻ അവറിലേക്ക് പോകും. ഓക്കെ ഫൈൻ. സോ ഇതാണ് എനിക്ക് വേണ്ടി കാണിക്കേണ്ടത്. സോ നിങ്ങൾ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രം ദ ടോപ്പ് ടു ദിസ് ബോട്ടം, ഏത് ബോട്ടം എന്ന് വെച്ചാൽ ഈ ഒരു ബോട്ടം, നമ്മളൊരു 50% ലെവൽ പോലും പോയില്ല. നമ്മൾ ഈ ഒരു ലെവലിൽ നിന്നാണ് കളിച്ചത് ആക്ച്വലി. സോ നല്ല കുഴപ്പമൊന്നുമില്ല. 50% ലെവൽ വരെ പോകണം. അതിൻ്റെ ഒരു 0.25% വരെ ഒരു ഫുൾ ബാക്ക് എന്തോ കിട്ടി. എന്നിട്ടാണ് താഴോട്ട്. എനിക്കവിടെ നോക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. നിങ്ങൾ ഈ ഒരു ഷെയർ ഗ്യാപ്പ് വേണം, അത് ഓൾമോസ്റ്റ് ഒരു യൂണിവേഴ്സ് ആയതുപോലെ അല്ലേ. സോ അത് കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ ഈ രണ്ട് റിലേറ്റീവ് വീക്കിൽ ഹൈസ് കണ്ടോ? ആ ഒരു റിലേറ്റീവ് വീക്കിൽ ഹൈസ് എടുത്തു. ഏകദേശം ഇന്റർമീഡിയറ്റ് ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. താഴേക്ക് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി. സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. താഴേക്ക് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി, പിന്നെ ഒരു ഇന്റർമീഡിയറ്റ് ടൈം ഒരു ഷോർട്ട് ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നാണ് താഴോട്ട് പോയത്. ഞാൻ എപ്പോഴും പറഞ്ഞു, ഇങ്ങനത്തെ ഒരു പാറ്റേൺസ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ട്രേഡ്സ് ആയിരിക്കും അവിടെ കിട്ടാൻ പോകുന്നത്. ഇവിടെ നോക്കും, നമുക്ക് ഷോർട്ട് ടൈം ഹൈ കിട്ടി, ഇന്റർമീഡിയറ്റ് ടൈം ഹൈ, അഗൈൻ ഷോർട്ട് ടൈം ഹൈ. സോ അത്രേ ഉള്ളൂ. ഓക്കെ, സോ അവറിലേക്ക് ഞാൻ ഇന്നലെ ഈ ഒരു ഫെറാരി ഗ്യാപ്പ് ഇൻവേഷൻ എടുത്തു. പക്ഷേ എന്നാലും ഫൈൻ. ഓക്കെ,
ആ, രാവിലെ 5:30 5 മണിയായുള്ളൂ. നോക്കിക്കഴിഞ്ഞ് കാണാൻ പറ്റും. അത്രേ ഉള്ളൂ. ഞാൻ ഫെറാരി കാപ്സ് ഒന്നും എടുക്കുന്നില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. ഓക്കെ, സോ അതുമില്ല, വേറൊരു കാര്യങ്ങളുണ്ട്. ഈ ഒരു ഹൈ കണ്ടോ? 3 മണിയുണ്ട്, അത് ലണ്ടൻ ഹൈ. ഓക്കെ, ലണ്ടൻ ഹൈ നമ്മുടെ യുഎസിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ദിവസത്തി അവിടെ തന്നിട്ടുണ്ട്. ഇത് 3 മണി, 5 മണി, 6 മണി. ഓക്കെ, സോ ഞാൻ പ്രീ മാർക്കറ്റിൽ ഒരു ട്രേഡ് നോക്കിയായിരുന്നു, പോസ്റ്റ് മാർക്കറ്റിൽ നോക്കിയായിരുന്നു. ഓക്കെ, സോ പറഞ്ഞുതരാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ, സോ നമ്മൾ ഫോട്ടോ എടുത്തോ, എല്ലാം തോന്നുന്നല്ലേ? Shit, shit, shit. ഞാൻ പറഞ്ഞ പോലെ അത്രയും ഇത് നോക്കുന്നു. നിങ്ങളിപ്പോ നമുക്ക് ഈ ഒരു ഫെറാരിക്കകത്ത് ഒരു ഇൻവേഴ്സ് ആക്കി പോയി. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 6 മണി കഴിഞ്ഞിട്ടുള്ള 7 മണി ക്യാൻഡിലിന്, അതായത് ഇത് താരോട്ട് തന്നെ പോകണമെന്നായിരുന്നു. പക്ഷെ ഇതിനൊരു ടൈം ഇത് കൊണ്ടാണ് ബേസിക്കലി ബ്ലോയിന് താരോട്ട് പോകാൻ പറ്റാഞ്ഞത്. സോ ഐ ഫീൽ ബാഡ് ഫോർ ഹിം. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, സോ കണ്ടത് പെർഫെക്റ്റ് ആയിട്ട് എന്താ പറയുന്നേ, ഇൻവേർഷനാക്കി. പക്ഷെ അങ്ങനെയല്ല. ഓക്കെ, സോ 15-minute chart, സെയിം തിങ്സ് ഹിയർ. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് പ്രീ മാർക്കറ്റ് എടുക്കാനും ഓപ്പൺ മാർക്കറ്റിന് ശേഷം എടുക്കാനും നല്ല കഴിവ് വേണം. ഇല്ലെങ്കിൽ അവിടെ മുമ്പ് ഇരിക്കത്തേ ഉള്ളൂ. സീരിയസ് ആയിട്ട് പറയാം. ഞാനൊരു കാര്യം ആലോചിക്കാൻ മറന്നുപോയി. ഇതാണ് എൻ്റെ പ്രീവിയസ് ഡേയ്സ്. പ്രീവിയസ് ഡേയിലുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ വേറെ കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. അതായത് ഈ 15-minute ചാർട്ടില് ഈ ഒരു ലണ്ടൻ സെക്ഷൻ കഴിഞ്ഞിട്ട് ഇതിന് നല്ലൊരു ഫ്ലോ ഓഫ് എന്താ പറയുക പ്രൈസ് ആക്ഷൻ ഉണ്ട്. അതുമല്ല, ഈ ഒരു മണ്ടയ്ക്കോട്ട് പോകാനൊരു കാരണം എന്ന് പറഞ്ഞ് ഈ എന്തുവാ യുഎസ് ഈ ഒരു ലോ എടുത്തിട്ടില്ല. ഇവിടെ ഇങ്ങനെ ഒരു അസംപ്റ്റി ഉണ്ട്. ഇങ്ങനെ ഒരു അസംപ്റ്റി ഇവിടെ തന്നിട്ടാണ് യുഎസ് മണ്ടയ്ക്ക് കയറി ലണ്ടൻ ഹൈ എടുത്തത്. ഓക്കെ, സോ അതാ ലണ്ടൻ ഹൈ എടുത്തു. ഇവിടെ ലണ്ടൻ ഹൈ എടുത്തിട്ട് ഇവിടെ താഴോട്ട് അസംപ്റ്റി കിട്ടി. എനിക്കതല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ഒരു ഫേസ് കണ്ടോ? നമ്മുടെ ഒരു 1 അവർ കിടന്ന് കളിച്ചത് 1, 2, 3, 4 1 മണിക്കൂറോളം ഒന്നും ചെയ്തിട്ടില്ല. ആക്ച്വലി ഒന്നും ചെയ്തിട്ടില്ല. ആക്ച്വലി ഈ ഒരു അക്യുമുലേഷനിൽ കളഞ്ഞ് ഇങ്ങനെ കളിക്കുക.
മാനിപ്പുലേഷൻ എങ്ങനെ ഹാപ്പനായി? അതായത് ഇതാണ് ആ ഒരു അക്യുമുലേഷന്റെ ഹൈ എന്ന് വെച്ചു. മണ്ടയ്ക്ക് ഒരു ക്ലോഷർ കിട്ടി. എല്ലാ നാടുകളും വിചാരിക്കും ഇത് പോട്ടെ. അല്ല, മാനിപ്പുലേഷൻ ആണെങ്കിൽ ഒരു ഫേസ് അതായത് ഞാനിപ്പോ ബോഡീസിന്റെ ക്യാൻഡിൽസ് മാത്രം എടുക്കുന്നു. ഓക്കെ, അക്യുമുലേഷൻ മഞ്ഞ കളർ ഇടാം. മാനിപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ താരോട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരു അസംബ്ലി തന്നിട്ടുണ്ടായിരുന്നു. അതാ എനിക്കും എന്താ പറയുന്നത് ഭയങ്കരമായിട്ട് എന്താ ഷോർട്ടാണ്. വീക്ക് ആണ് ഇന്നലെ. ഓക്കെ, ദാറ്റ്സ് ദ തിങ്. നമ്മളത് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഒരു ഇന്റർമീഡിയറ്റ് ടൈം ഫ്രെയിം എവിടെ ഒരു ഷോർട്ട് ടൈം ഫ്രെയിം ഉണ്ടാക്കി. ഓക്കെ, സോ ഞാൻ 5 മിനിറ്റ് വിടായിട്ടൊന്നും വരുന്നു. ഞാൻ എന്തുകൊണ്ട് 5 മിനിറ്റ് പോകുന്നില്ല, ഡയറക്റ്റ്ലി 1 മിനിറ്റിലോട്ട് പോവാണ്. 50 മിനിറ്റിന്റെ ഫോട്ടോസ് ഒന്നും എടുത്തു. അത് H1. ഓക്കെ, സോ ആ ഒരു അസംബ്ലി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡയറക്റ്റ്ലി 1 മിനിറ്റ് ചാർട്ടിൽ പോവാം. ഓക്കെ, സോ ഏറ്റുമണി തുടങ്ങുന്നു. 7 മണി തുടങ്ങിയിട്ടുള്ള ഇവിടെ 7 മണി തുടങ്ങും. അപ്പൊ തന്നെ അസംബ്ലി കിട്ടി. നമുക്ക് നല്ലൊരു കിട്ടി, അസംബ്ലി കിട്ടി. ഇതൊരു നല്ലല്ലോ ഓപ്ഷൻ ഷിഫ്റ്റ് തരുന്നു. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കുന്നു. ഫസ്റ്റ് പെർസെന്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇതൊരു ഇച്ചിരി നല്ല ഹൈ ലോ ആണ്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഈ ലോയും കൺസിഡർ ചെയ്യാം. ഓക്കെ, അതുപോലെ ഇതൊരു നല്ല ഫസ്റ്റ് പെർസെന്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഈവൻ ഇഫ് കാര്യങ്ങളുടെ കടക്കുമ്പോൾ പറയാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് പെർസെന്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ഫൈൻ. ഐ മീൻ പ്ലെയിൻ ന്യൂയോർക്കിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഞങ്ങൾക്ക് ബേസിക്കലി ഓൾറെഡി എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും ഫസ്റ്റ് പെർസെന്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഫൈൻ. സോ നിങ്ങൾക്ക് അകത്ത് വല്ലവിടെ ചെറിയൊരു BPR റേഞ്ചും കാണാൻ പറ്റും. എനിക്ക് ഇങ്ങനൊക്കെ രണ്ടുള്ളപ്പം BPR റേഞ്ച് പോകാൻ വലിയ താല്പര്യമില്ല. സ്റ്റിൽ ഇപ്പൊ ഞാൻ പറയുമ്പോൾ കാണാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു സിനാറിയോ ആണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഞാൻ ഇതിനകത്ത് കാണിക്കുന്നതിനേക്കാളും എനിക്ക് ടോപ്പ് സ്റ്റെപ്പിൽ കാണിച്ച ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. കാരണം 5 മിനിറ്റ് അല്ലേ. സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ ഞാൻ എക്സ്ട്രാ ഈ സംഭവം ആഡ് ചെയ്ത് തന്നിട്ട് തന്നെ ഉള്ളൂ. ഓക്കെ, വേറെ ഒരു മാറ്റമില്ല. സോ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു 5 മിനിറ്റിന്റെ. ആ ഒരു 5 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിലോട്ടാണ് ഇത് പോയത്. ഓക്കെ, നിങ്ങൾ എനിക്ക് തോന്നുന്നു ഈ 5 മിനിറ്റിന്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിന് ഇവിടെ കയറി നമ്മുടെ ഫസ്റ്റ് പെർസെന്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ മണ്ടയ്ക്ക് പോയിട്ടേ ഇല്ല. ഓക്കെ, സോ എന്റെ ബോഡി മണ്ടയ്ക്ക് ഒരു ക്ലോസിങ് കിട്ടിയിട്ടില്ല.
So basically, you can take a trade on this direct entry. ഞാൻ പെർസെന്റിനെ സ്റ്റോപ്പ് വെക്കുന്ന വെച്ച് കഴിഞ്ഞാൽ 30 പോയിന്റ് വെക്കും ഞാൻ. ഓക്കെ, ടാർഗറ്റ് എവിടെ വെക്കുക വെച്ചാൽ ഐദർ 3 or ഞാൻ ഇവിടെ കറക്റ്റ് ഇവിടെ ടാർഗറ്റ് വെക്കാം. പെർഫെക്റ്റ് ആയിട്ട് അത് അടിച്ചാണ്. $250 എന്ന് റിസ്ക് ചെയ്താൽ അടിപൊളി. ഇത് ഫസ്റ്റ് ട്രേഡിങ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഇതല്ല ഞാൻ സെക്കൻഡ് ട്രേഡിലേക്കാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ സൂക്ഷിച്ച് നോക്കാം. ഓക്കെ, സൂക്ഷിച്ച് നോക്കാൻ കാണാൻ പറ്റും. ഇവിടെയാണ് ആ 5 മിനിറ്റിന്റെ ബ്രേക്കർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പച്ച ക്യാൻഡിൽ ഉണ്ട്. അതായത് നിങ്ങൾ ഇവിടെ നോക്കണം. എനിക്ക് മറ്റേതിന്റെ അതിനുള്ള ഈ സംഭവം ഇല്ല, ഈ ആരോ മാത്രമേ ഉള്ളൂ. ഈ ഒരു ബ്രേക്കർ ബ്ലോക്കിന്റെ ഇത് നോക്കണം. ഈ ഒരു 7-10 സംഭവം എന്റെ ലോ ഒരു ഫെയർ വാല്യൂ അതിൽ അവിടേക്ക് വന്നു, എന്നിട്ടാണ് താരോട്ട് പോയത്. സോ അഗെയിൻ നിങ്ങൾക്ക് ഇങ്ങനൊരു സിനാറിയോ വരുമ്പോൾ ഇവിടെ ഈ ഒരു ഫെയർ വാല്യൂ ഉണ്ട്, ഇവിടെ ഈ ഒരു ഫെയർ വാല്യൂ ഉണ്ട്. സോ മോസ്റ്റ്ലി ഐ വുഡ് സജസ്റ്റ് ടു ടേക്ക് ഇറ്റ് ഇങ്ങനെ എടുക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പിരമിഡ് ഉണ്ട്, മേക്കിംഗ് ഒരു സ്റ്റോപ്പ് ജസ്റ്റ് റൈറ്റ് ദെയർ. ഓക്കെ, അതിന് കൊണ്ടേക്കോട്ട് പോയി കഴിഞ്ഞാൽ പോയി. ഇത് ഞാൻ എടുക്കാൻ പറയത്തില്ല, കാരണം ഇത് നല്ല പ്രൈസ് ആക്ഷൻ ഇല്ല ഇങ്ങനെ നടന്നത്. ആക്ച്വലി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ എടുക്കാൻ പറയത്തില്ല, പക്ഷെ ഇത് ഞാൻ പിന്നെ എടുക്കാൻ പറയുന്നത്. അല്ല, ഇവിടെ നല്ലൊരു പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ ഒരു അക്യുമുലേഷൻ പോലും നടന്ന, ഇത് ചിലപ്പോൾ മാനിപ്പുലേഷൻ ആയിട്ട് നടന്നാലോ എന്തെങ്കിലും ഒരു ഓൾറെഡി നമുക്കൊരു വലിയൊരു അസംബ്ലി കിട്ടിയിട്ടുണ്ട്. ഞാൻ അതാണ് എന്ത് പോട്ടെ എന്ന് വിചാരിച്ച ഇവിടുന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു എസറ്റ് ഇട്ടിട്ട്. ഓക്കെ, ഫൈൻ. ഇത് ആ ഫെയർ വാല്യൂ ആണ്. ഓക്കെ, സോ എനിക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ കാര്യങ്ങൾ എന്തായിരുന്നു മറ്റടത്ത് എന്നിട്ട് ചെയ്യാം. ഓക്കെ, സോ എനിക്കിത് വെച്ചിട്ട് ഇത് ഇച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു ഇഷ്ടമാണ്. കാരണം ഇവിടെ ചെയ്യുമ്പോൾ ഒരു സോ ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുക്കുവാണെങ്കിൽ, ഞാൻ ഇവിടെ നിന്നൊക്കെ എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് ടൈം ഞാൻ ഈ ഒരു ക്യാൻഡിൽ എടുക്കും. ഈ ഒരു ക്യാൻഡിൽ അടുത്ത ക്യാൻഡിൽ. ഓക്കെ, സോ ഈ ഒരു ക്യാൻഡിൽ ഇതിന്റെ താഴെ ക്ലോസ് ആയി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയി ഇവിടെ നിന്ന് എടുക്കാം. ഫൈൻ. ഞാൻ പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് എസറ്റ് ഇടാം 25 പോയിന്റ്. ഞാൻ പറഞ്ഞ സെയിം ടാർഗറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചേക്കും. ഓക്കെ, സോ ഞാൻ എടുക്കുവാണെങ്കിൽ അത് ഇവിടെ നിന്നായിരിക്കും എടുക്കാൻ. ഇതിന്റെ താഴെ ക്ലോസ് ആയൊക്കെ ഇത് ഇതിന്റെ എന്താ ഇവിടെ നിന്നാണ്. അവിടെ നമ്മുടെ എൻട്രി, നമ്മുടെ എസ്ന്റെ ടേക്ക് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ അത്ര നല്ല ലോസ് ഒന്നുമില്ല ഇവിടെ, കണ്ടോ. ഇനി ഞാനിവിടെ എൻട്രി എന്ന് വരച്ചേ. എനിക്ക് ടാർഗറ്റ് കാണാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ഇതാണ് ആ ലണ്ടൻ ലോ. ഓക്കെ, സോ ഇവിടെയാണ് ആ ലണ്ടൻ ലോ. 4
ഈ ഒരു ഫ്രെയിം കിട്ടണമെന്നുണ്ട്. ഓർഡർ ബ്ലോക്ക് ബേക്കറി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടുന്ന് വേണമെങ്കിൽ എടുക്കാം. പിരമിഡ് 3 കോൺസിക്യൂട്ടീവ് അപ്പ് ആൻഡ് പിക്കപ്പ് ക്ലോസ് ക്യാൻസൽസ് ഇവിടെ കുഴപ്പമില്ല. Okay, fine. So I think ആക്ച്വലി എനിക്ക് എടുക്കണമെന്നുള്ള ഒത്തിരി ആഗ്രഹമുള്ളൊരു ഇതായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. സോ ഇത് ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾ ഫോട്ടോ എല്ലാം എടുത്തെങ്കിൽ എടുക്കണമായിരുന്നെങ്കിൽ എടുത്തെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് പിന്നെ ഒരു മെസ്സേജ് ഇട്ടാൽ ഞാനിത് എൻ്റെ മനസ്സ് പറയുകയാണെങ്കിൽ അയച്ചു. നൗ വി ആർ ഗോയിങ് ടു മാർക്കറ്റ്. ഇന്നലത്തെ നല്ല ടഫ് ഡേ ആയിരുന്നു. ഓക്കെ, അതായത് നിങ്ങൾ അതല്ലേ അത്ര കഴിവ് വേണം, അത്ര കഴിവ് വേണം ഇന്നലെ നല്ല വരുന്ന ട്രേഡ് ചെയ്യാൻ. ഞാൻ ആ ഒരു ഇൻവേഷൻ ഫെയർവാല്യൂ കളയണം. ഓക്കെ, സോ ഞാൻ ഈ ഒരു ഫെയർവാല്യൂ എടുക്കുന്നു. ഓക്കെ, ഫൈൻ. അവർലിയിലാണ് ആ ഒരു അവർലി ഫെയർവാല്യൂ എടുക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് എടുത്തോട്ടെ, ഒരു ഫോട്ടോ ഒന്ന് എടുത്തു വെച്ചേ. കാരണം വേറെ ഒന്നും തോന്നലല്ലോ. പിന്നെ നമ്മൾ ഓക്കെ, സോ ഡയറക്റ്റ്ലി ഞാൻ 50 മിനിറ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്നുമില്ല. ഇവിടെ തോന്നുന്നു 8:30 എന്തോ തുടങ്ങുന്നേ. ഞാൻ ഡയറക്റ്റ്ലി 1 മിനിറ്റിൽ പോവാണ്. ഇത് കണ്ടോ, മാർക്കറ്റ് ഓപ്പൺ. ഇതെന്ത് ചവർ പോലെ ഇത് നടക്കുന്നു. കുറെ പേരൊക്കെ എനിക്ക് ഫസ്റ്റ് പെർസെന്റ് ഫെയർ വാല്യൂ എന്ന് പറഞ്ഞ ഇതാണ്. ഞാൻ അവിടെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ഫസ്റ്റ് പെർസെന്റ് ഫെയർ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കുന്നത് നമ്മള് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുമ്പോഴാണ് ശരിക്കും അവിടെ ഫോം ആവുന്ന ഒരു ഫെയർ വാല്യൂ ആണ് ഈ ഫസ്റ്റ് പെർസെന്റ് ഫെയർ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലാതെ റാൻഡമായിട്ടൊരു 8:30 9:30 കഴിഞ്ഞിട്ട് ഒരു റാൻഡമായിട്ടൊരു ഫെയർ വാല്യൂ ഉണ്ടാവുന്നതല്ല. ഫൈൻ, നിങ്ങളത് എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. ഇന്നലെ നിങ്ങൾക്ക് എൻ്റെ ഒരു സുഹൃത്തിന് പറ്റിയൊരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. പുള്ളിക്കാരൻ എടുത്ത ഈ ഒരു ഫെയർ വാല്യൂ ആണ്. ഇതാണ് ഫസ്റ്റ് പെർസെന്റ് ഫെയർ വാല്യൂ എടുത്തു, പക്ഷെ അതല്ല ശരി. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ കാണാം 9:30 ഇവിടെ തുടങ്ങി ഈ ഒരു രൂപയിൽ കൂടെ പോകും. നിങ്ങൾ ഇവിടെ ഒരു ചെറിയൊരു രൂപ ഉണ്ട്, ഈ ഒരു രൂപ ഉണ്ടോ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കുക. അതെല്ലാം കൂടെ പോയി. ഇന്നലെ ICT അയാൾ എന്ത് എടുത്തെന്ന് എനിക്ക് മനസ്സിലായിട്ടോ, സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു. അയാളാണ് ഇത് ഫസ്റ്റ് പെർസെന്റ് ആയിട്ട് എടുത്തത്. ഈ ഒരു രൂപ എടുത്താണോ എന്ന് എനിക്ക് ചെറുതായിട്ടൊരു ഡൗട്ട് ഉണ്ട്. ബട്ട് എനിവേ ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജിയിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതാണ് പുള്ളിക്കാരൻ എടുത്തത്. ഞാൻ എക്സിറ്റ് പോയി കാണിച്ചു തരാം. ഓക്കെ, പുള്ളിക്കാരൻ അതെന്തിനാണ് എടുത്തത് എനിക്ക് ഇത്തിരി അങ്ങോട്ടൊരു പിടുത്തം കിട്ടിയിട്ടില്ല. ഇവിടെ ഇല്ല. ഇന്നലെ ആ പോട്ടർ എന്ത് ചെയ്യും? എൻ്റെ എന്തായിരുന്നു ഇന്നലെ തന്നെ. ഇയാൾ ഇന്നലെ ഇട്ടായിരുന്നില്ല. അതെ, ഇത് കണ്ടോ, ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ് ഇയാൾ ഈ എടുത്തേക്കുന്നത്, ഡോട്ട്സ് ഓഫ് ഇക്വലിറ്റി ഇൻസൈഡ്. ഇയാൾ ഇതാണ് ഫസ്റ്റ് പെർസെന്റ് ആയിട്ട് എടുത്തേക്കുന്നത്, പക്ഷെ ഞാൻ എടുത്തേക്കുന്നത് അതല്ല. ഓക്കെ, മേ ബി ചിലപ്പോൾ ഇയാളായിട്ടായിരിക്കും, ഞാൻ റോങ് ആയിരിക്കും, പക്ഷെ ഞാൻ എൻ്റെ പ്ലാൻ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഓക്കെ, പുള്ളിക്കാരൻ എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ അതാണ്. സോ
ഞാനെടുത്ത 5% വലിയ നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റും. ഇത് എല്ലാം എടുത്തു. അപ്പൊ ഇതാന്ന് വിചാരിക്കുക, അതൊന്നും അല്ല. ഓ, ഞാനെടുത്ത 5% വലിയ ഒന്നും ചെയ്താണ്. ഇതിനെന്താ പ്രത്യേകത? ഓക്കെ, ഇതാണ് ഞാനെടുത്ത 5% പരിപാടി. ഇവിടെ ഒരു ചെറിയ മൈനർ സെൻസായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഇതും കാണാൻ പറ്റുന്നുണ്ടോ? ഇത് രണ്ടും എടുത്തു പോയ ഒരു ഡോയാണിത്. ആൻഡ് അത് മാത്രമല്ല ഇതിനൊരു പ്രത്യേകത. ഈ വേഷ്ടയിലോ ഉണ്ടോ? ഇതോ ഇവിടെ ഉണ്ട്. സോ ഇത് നോക്കുമ്പോൾ ഞാൻ എൻ്റെ എത്ര നാളത്തെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ എടുക്കുന്ന വൈസ് പ്രസിഡന്റ് എപ്പോഴും ഇതായിരിക്കും. കാരണം ഇയാളും പണ്ട് എത്ര കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പം പിന്നെ അയാൾ അങ്ങനെ ഇത് എടുത്തെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, സോ ഗൈസ്, അതാണ് അതിൻ്റെ ഒരു ഇത്. ഓക്കെ, ഇനി മാർക്കറ്റ് ഓപ്പൺ ആയി. ഇവിടെ ഫുൾ അക്യുമുലേഷൻ. എന്തോ ചെയ്യണം എന്നറിയത്തില്ല. ഞാൻ നോക്കാം. 9:30 അതായത് 20 മിനിറ്റ് കഴിഞ്ഞു. 20 മിനിറ്റ് ആയിട്ട് ഒന്നുമില്ല. അവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങും. വേറൊരു കാര്യമുണ്ട്. ഈ ഒരു ഫെയർ വാല്യൂ ആപ്പ് ഞാൻ പറഞ്ഞില്ലേ, വേറൊരു സംഭവമാണ്. അത് ഇത് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, സോ അപ്പോൾ ഇച്ചിരി കൂടെ ക്ലിയർ ആവും. അവിടെ എല്ലാത്തിനും ഒരു ചെറിയൊരു ഇതുണ്ട്. ഓക്കെ, ഫൈൻ. സോ ഒരു ഓപ്പണിംഗ് റേഞ്ച് ക്യാപ്പ് ഉണ്ട്, ചെറിയത്. എന്നാലും ബട്ട് സംതിങ് ഐ വാണ്ട് ടു ഷോ യു. ഓക്കെ, ഇവിടെ ക്ലോസ് ആയി. ഇവിടെ അല്ല, ഇവിടെ ഓപ്പൺ ആയി. റൈറ്റ്. സോ ഇവിടെ റെഗുലർ ട്രേഡിംഗ് അവർ ഓപ്പണിംഗ് റേഞ്ച് ക്യാപ്പ്. ഓക്കെ, ഫൈൻ. സോ ഇലക്ട്രോണിക് ട്രേഡിംഗ് അവർ പോകുന്നു. ഫൈൻ. സോ നിങ്ങൾ ഈ ഒരു ഷെയർ വാല്യൂ ക്യാപ്പ്, അതായത് ഈ ഒരു അവർലി ഷെയർ വാല്യൂ ക്യാപ്പ് എവിടെ ഇത് കിടക്കുന്നത്? മാർക്കറ്റ് ഓപ്പൺ ആയി ഡയറക്റ്റ്ലി നമ്മൾ താഴോട്ട് പോയിരുന്നു. ഇവിടെ ജസ്റ്റ് ഒന്ന് തൊട്ടു, എന്നിട്ട് താഴെ. പക്ഷേ ഇയാൾ പറഞ്ഞു നമ്മളെ എപ്പോഴും ഒരു റെഗുലർ ട്രേഡിംഗ് ആകുമ്പോൾ 0.5 ലെവൽ വരെയെങ്കിലും ഇത് മാർക്കറ്റ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഞാനിപ്പോൾ വിചാരിക്കുന്നത് കണ്ടോ, ഈ ഒരു സ്ഥലത്ത് കണ്ടോ, ഇത്രയും റിലേറ്റീവ് ഹൈസ് ആണ് കിടക്കുന്നത്. നല്ലൊരു പൈസ ലിക്വിഡിറ്റി ഇവിടെ കിടപ്പുണ്ട്. അക്യുമുലേഷൻ്റെ ഫോമിലാണെങ്കിൽ തന്നെ നല്ലതായിട്ട് ഇവിടെ കിടപ്പുണ്ട്. സോ ഞാനിപ്പോൾ വിചാരിച്ച ഇവിടം വരെയൊക്കെ ഒന്ന് ഇച്ചിരി കൂടെ നല്ലതായിരിക്കും. എന്നിട്ട് നമുക്ക് താഴോട്ട് എടുക്കാം. പക്ഷേ ഇവിടെ വന്നിട്ട് ഇവിടെ കിടന്നു ഓമ്പിച്ച് ലാസ്റ്റ് എന്തോ ഭാഗ്യത്തെ ഭീഷണിനോ എടുത്തു. പിന്നെ എനിക്കൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മന്ത്ലിയിലോ താഴെ കിടപ്പുണ്ട്. അത് എടുക്കാൻ വേണ്ടി പാടുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു ആദ്യമായിട്ട് ഷിഫ്റ്റ് വന്ന് 5% ഫെബ്രുവരിയൊക്കെ ഫോമായി. പിന്നാണ് ഞാൻ ഇങ്ങനെ ഇവിടെ വന്നില്ല. ഇവിടെ റിജക്ഷൻസ് കണ്ടു തുടങ്ങി. ഞാൻ ഇത് നിങ്ങൾ നോക്കണം, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിന്റെ മിഡ് പോയിന്റ് റെസ്പെക്ട് ചെയ്തിരിക്കുന്നു. ഞാൻ ഇവിടെ എടുത്തൊരു എൻട്രി ഇതിന്റെ മണ്ടയ്ക്ക് സൈഡിൽ ഇട്ടു. ഇതിന്റെ ഈ ക്യാൻഡിന്റെ മണ്ടയ്ക്ക്, ഹൈന്റെ മണ്ടയ്ക്ക്. എന്തിനാടാ ഇങ്ങനെ ചെയ്യുന്നത്? സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. എന്നാ ഈ പോക്കില് മിനിമം ഒരു ഇതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഒരു അന്തസ്സുണ്ടെന്ന് ഞാൻ പറയും. പക്ഷെ ഇയാള് എന്നാലും നോക്കിയപ്പോ ഇയാൾ ഈ വരച്ച ഈ ഒരു 5% ഫെയർ വാല്യൂ ക്യാപ്പ് കണ്ടോ? ഞാനിത് കൺസിഡർ ചെയ്യുന്നത്, ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുകയാണ്, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ഇതൊരു കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബിക്കോസ് ഒന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇത് അറ്റ്ലീസ്റ്റ് എനിക്ക് ഇതൊന്നും എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു ഇച്ചിരി സമാധാനം ഉണ്ടായിരുന്നു. ഇവിടുത്തെ മാർക്കറ്റ് ഓപ്പൺ. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ എടുക്കാം, എന്നിട്ട് ഞാൻ താഴെ പോയി കാണിക്കാം. ഓക്കെ, അങ്ങനെ ഞാൻ ഇവിടുന്ന് രണ്ടിടത്ത് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് കുറച്ചൊക്കെ താഴോട്ട്, ഒന്നൊന്ന് താഴോട്ട് പോയി എന്ത് നല്ലതെന്ന് അറിയാം.
ഈ ഒരു പൊട്ട ഫെയർ വാല്യൂ കാരണം ഓമ്പിച്ച് കാരണം നോക്കുമ്പോൾ 1, 2, 3 മൂന്നാമത്തെ തവണ കൂടി ഇത് പോയിട്ടുണ്ട്. അത് ഞാൻ മുമ്പൊന്നും മിക്കവാറും ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തന്നെ കിട്ടില്ല. പക്ഷെ ഇതല്ല ഞാൻ ശരിക്കും എടുത്ത ഫെയർ വാല്യൂ. ഞാൻ എടുത്തെന്ന് വെച്ചാൽ ഇതാണ്. എന്തുകൊണ്ട് ഇത് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊരു ക്വാഡ്രന്റിനുള്ളിൽ കൂടെ, ഇതൊരു ക്വാഡ്രന്റിനുള്ളിൽ കൂടെ ഒന്നുണ്ട്. എനിക്ക് തോന്നുന്നു ട്യൂസ്ഡേ എന്തോ ട്യൂസ്ഡേ ഏതൊരു ദിവസത്തെ ലോയാണ്. മൺഡേ എന്ന് വെച്ചാൽ മൺഡേയിലെ ലോയാണ്. ആ ഒരു ലോയിൽ കൂടെ പോയൊരു ഫെയർവാല്യൂവും കൂടെയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നു കയറുന്നു, അടിപൊളിയായിട്ട് പോകും. 2 തവണ ഈ ഫെയർവാല്യൂ ജപ്പ് ചെയ്ത് ടച്ച് ചെയ്തിട്ടുണ്ട് ഇൻവേർഷന്. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇവിടാണ് ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഇറങ്ങി ഞാൻ കുറച്ച് ഇവിടെ തട്ടിയിട്ട് എനിക്ക് നല്ലൊരു റിയാക്ഷൻ കിട്ടി. ഈ ഒരു ഗെയിം കണ്ടത് എൻ്റെ മണ്ടയ്ക്ക് ക്ലോസ് ആയി വരുന്നപ്പോൾ തന്നെ ഞാൻ ഒന്നും അറിയാം. കാരണം എനിക്കറിയാം അത് അങ്ങനെ ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവാന്നത്. ജസ്റ്റ് എത്ര 200 എന്താണെന്ന് തോന്നുന്നു എനിക്ക് ഇന്നലെ കിട്ടിയത്. ഇന്നലെ എത്ര 229 എന്തോ കിട്ടി. എന്തോ ഭാഗ്യത്തിന് കിട്ടിയത്. എൻ്റെ ഒരു മനസ്സ് പറഞ്ഞ് ഇറങ്ങാം, കാരണം ഇനി അത് ചെന്ന് കഴിഞ്ഞാൽ പോകുന്നു. പിന്നെ ഞാൻ നോക്കി, പിന്നെ നമ്മളൊരു മാക്രോ ടൈമിങ്ങുള്ളിൽ എന്താണെന്ന് തോന്നി ഞാൻ എടുത്തു. അതെ ഞാൻ എടുത്തിട്ട് വലിയ സ്റ്റോപ്പ് വെച്ച് ടാർഗറ്റ് ഒന്നും ഇല്ല, അറിയാം. ഞാൻ ഇവിടെ പലപ്പോഴും ടാർഗറ്റ് വെച്ചിട്ടില്ല. 1:2 പോയിന്റ് സംതിങ് എന്തായിരുന്നു ഞാൻ വെച്ചത്. ഞാനത് അവിടെ നിന്ന് എടുത്തു. ഇവിടെ ടാർഗറ്റ് വെച്ചു 43 എന്തോ ഞാൻ ടാർഗറ്റ് വെച്ചോളൂ, അറിയാം, ഓമ്പിക്കാനായിട്ട്. പിന്നെ ഇനിയാണ് നിങ്ങൾ കാണേണ്ട കുറച്ച് സംഭവങ്ങൾ. ഓക്കെ, സോ നിങ്ങൾ എവിടെ നോക്കി കാണാൻ പറ്റും. ഞാനെടുത്ത് 5% സർവൈവ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓർഡർ ബുക്ക് കാണാം. ആ ഓർഡർ ബുക്ക് ഞാൻ ചെറിയൊരു ഫെയർ വാല്യൂ ഇവിടെ തൊട്ടിട്ട് താഴെ പോയി ഇതെടുത്തില്ല കേട്ടോ. ഇതെടുക്കാതെ എന്ത് ചെയ്തു, നല്ലൊരു ക്യാൻഡിൽ ഇതുപോലെ തൂമ്പി ക്യാൻഡിലൊക്കെ എന്തൊരു ചെറ്റാണെന്നറിയോ. അതായത് നമ്മുടെ 10:31 ഒരു 7 മിനിറ്റത്തെ ഒറ്റ ഇതിനാണെങ്കിൽ ഒരു മൈ എടുത്തോണ്ട് പോയി ഞാൻ പറഞ്ഞു 5% ഒരു ഫെയർ വാല്യൂ അപ്പിലേക്ക് എത്തി. Look at the bodies where it is touching. അല്ല, where it is closing. ഒറ്റ ബോഡീസ് പോലും എന്ത് ചെയ്തിട്ടാ, ഇച്ചിരി മിഡ് പോയിന്റ് വരെ പോലും പോയി ക്ലോസ് ചെയ്തിട്ടില്ല. നിങ്ങൾ അങ്ങനെ കാണാൻ പറ്റും. ആദ്യത്തെ പോയി താരെ ക്ലോസ് ചെയ്ത്, രണ്ടാമത്തെ ഇവിടെ കയറി ഇവിടെ ക്ലോസ് ചെയ്ത്, മൂന്നാമത്തെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 500 ഷോർട്ട് ടൈം ഹൈ കാണാൻ പറ്റുന്നുണ്ടോ? ആ ഒരു ഷോർട്ട് ടൈം ഹൈ എടുത്ത് അതിൻ്റെ താരെ ക്ലോസ് ആയി. നെക്സ്റ്റ് ക്യാൻഡിൽ വേണമെങ്കിൽ എനിക്ക് എൻട്രി എടുക്കാം. പക്ഷേ ഞാൻ ഇന്നലെ എനിക്ക് ഇങ്ങനെ രൂപത്തിനും പറ്റുന്നുണ്ട്. എൻ്റെ ഒരു മനസ്സ് പിന്നെ പറഞ്ഞു, പിന്നെ ജസ്റ്റ് ടേപ്പ് റെഡി ചെയ്യുമായിരുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ 2-3 അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന സംഭവമാണ്. ഞാൻ ഒന്നാമത്തെ ഒരു സിനാരിയോ പറഞ്ഞുതരാം. ഇവിടുന്ന് നിങ്ങൾ ഇവിടുന്ന് എടുത്തില്ല എന്ന് വെച്ചു, 30 സെക്കൻഡ്സ് പോയി കാണിച്ചു തരും. ഓക്കെ, ഇവിടെ ഉണ്ട്. നമുക്ക് ആദ്യം ഞാൻ ആദ്യം ഇപ്പുറത്ത് പോയി കാണിച്ചിട്ട് നിങ്ങൾ കാണിച്ചു തരും. ഓക്കെ, അത് വെച്ചിട്ട് ഇവിടെ ക്ലിയർ ആവും, ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവും. സോ അഗൈൻ ആ ഒരു ഇപ്പൊ നിങ്ങളോട് നമുക്കൊരു ഷോർട്ട് ടൈം ഹൈ ഇവിടെ ഉണ്ടാക്കി. ആ ഹൈ ഇവിടെ എടുത്തു. മാനിപ്പുലേഷൻ എന്ന് വിചാരിച്ച് എല്ലാവരും 2 ടൈം ഹൈ ഉണ്ടാക്കി. ഇവിടെ ഒരു ഷോർട്ട് ടൈം ഹൈ ഉണ്ടാക്കി. ആൻഡ് പ്രോ ഇസ് നോട്ട് ഗോണ ക്ലോസ്. ഒരു പുഷ് കിട്ടുന്നില്ല, കാരണം ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കി. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഇത് ഈ ഒരു ഹൈ എങ്കിലും എടുക്കണമെന്നില്ലേ. പക്ഷെ ഈ ഒരു ചെറിയ ഹൈ എടുത്തു, താരം എല്ലാം ക്ലോസ് ആയി 5%. ഇത് നമ്മളൊരു ക്വാഡ്രന്റിലും പോയി അവിടെയൊക്കെ നല്ല റെസ്പെക്ട് ചെയ്തു, താഴെ ക്ലോസ് ആയി. ഇതൊക്കെ ഇവിടെ നല്ലൊരു ക്ലോസിങ് കിട്ടി. ഞാൻ ഇവിടെ സോഷ്യൽ ആയി കഴിഞ്ഞാൽ കാണാൻ ചെറിയ 1 മിനിറ്റ് ഫെയർ വാല്യൂ കണ്ടു.
ഒന്ന് എനിക്ക് ഇതാണ്. ഓക്കെ, സോ ഒരു ചെറിയ 1 minute പരിപാടി. അപ്പൊ ജസ്റ്റ് കീപ്പിംഗ് ഇൻ മൈൻഡ്. 1 minute. ഫസ്റ്റ് എൻട്രി നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം. മേക്കിംഗ് യുവർ സ്റ്റോപ്സ് റൈറ്റ് അബോ സംവെയർ ഹിയർ. ഓക്കെ, സോ ഞാൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് എടുക്കും. എനിക്ക് മറ്റത് അവിടെ ഇവിടെ വരുന്ന സ്റ്റോപ്പ് ഒരു 35 പിപ്സിന് ഞാൻ സ്റ്റോപ്പ് ഇടും. കാരണം ഇത് കവർ ആവുമല്ലോ. ഫസ്റ്റ് സ്റ്റോപ്പ് ഇടും. ഇതിന്റെ താഴെ മാക്സ് ടു മാക്സ് ഇതിന്റെ താഴെ ഞാൻ എന്താ പറഞ്ഞത് എല്ലാ പൊസിഷനും ക്ലോസ് ചെയ്യും. സോ ഇത് ഫസ്റ്റ് ട്രേഡ്, അതായത് ഫസ്റ്റ് എൻട്രി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഡേ ട്രിപ്പിംഗ് മാർക്കറ്റ്. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഒരുത്തൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് പറയുമല്ല, ഞാൻ അതിന് പ്രൂഫും കാണിച്ചു തരാം. യൂട്യൂബിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ്റെ ഈ വീഡിയോ ഉണ്ട്, ഇവന് സെയിം ആയിട്ട് തന്നെ എടുത്ത്. കാരണം ഞാൻ ഇന്നലെ അതേ ഇവിടെ കണ്ടു. ഹിസ്റ്ററി നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണിച്ചു തരാം. എന്താണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് കണ്ട വീഡിയോസ്. ഓക്കെ, സോ ഒരുത്തൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, സോ അതിന് ഞാൻ അവൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് പറയുമെന്ന് വിചാരിക്കരുത്. സോ തൻ്റെ ഫുൾ അനാലിസിസ് ആണ്. ഓക്കെ, അവന് ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് എന്താണ് എടുത്തത്, പക്ഷെ ഇവൻ ഞാൻ എടുക്കുന്നതിനെക്കാട്ടിൽ ഇവിടെ നിന്ന് എന്താണ് അവൻ ആക്ച്വലി എടുത്തത്. ഞാൻ ഫസ്റ്റ് എൻട്രി ഞാൻ ഇവിടെയാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിന്ന് എടുക്കും. ഫസ്റ്റ് എൻട്രി ആയില്ല. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ നമ്മൾ എൻട്രി എടുക്കുന്നു. ഇവിടെ സ്റ്റോപ്പ് ഇടാൻ പറ്റും. ഞാൻ എല്ലാ പൊസിഷനും ഇവിടെ നടക്കും. കാരണം ഇത് അത്ര ക്രീപ്പി മാർക്കറ്റാണ്. കാരണം ഇതൊരു എടുത്തിട്ട് വേണമെങ്കിൽ ഈ നായിൻ്റെ മക്കൾക്ക് ഇവിടെ വരെ പോവാൻ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. നാറികൾ കണ്ട് ഇത് സ്ഥലത്തൊക്കെ വരുമ്പോൾ കണ്ടോ ഇങ്ങനത്തെ ഒരു പുഷ് ഹൈ ഒക്കെ. സോ ഇത് ഒന്നാമത്തെ ട്രേഡ്. ഓക്കെ, സോ രണ്ടാമത്തെ എൻട്രി അവിടെ ഞാൻ കളിക്കുന്നുണ്ടോ. ഒരു 1 minute ലോ ഒരു 30 സെക്കൻഡിന്റെ ബ്രേക്കർ ബ്ലോക്ക് ആണ്. സോ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, സോ എന്താ ഞാനിപ്പോൾ വരച്ചതല്ല, ഇന്നലെ വരച്ചതാണ്. ഞാൻ പറഞ്ഞു ഈ ഒരു വൈസ് പ്രസിഡന്റ് ആ ഒരു ഇത് ഈ ഒരു 30 സെക്കൻഡിന്റെ ബ്രേക്ക് ആയിട്ട് ഇവിടെ ഞാൻ 1 minute പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും തോന്നുന്നു എനിക്ക്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ക്യാൻഡിലിന്റെ ഈ ഒരു 30 സെക്കൻഡ് ബ്രേക്കർ അടുത്ത പിരമിഡ് എൻട്രി അവിടെ. ഓക്കെ, സോ അവിടെ ഇവിടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്രയൽ ചെയ്ത് ഇതിന്റെ മണ്ടയ്ക്ക് കൊണ്ടുവെക്കാം. കാരണം ഇതിന്റെ മണ്ടയ്ക്ക് പിന്നെ പോയി കഴിഞ്ഞാൽ പോയി. ഓക്കെ, സോ അതാണ് അവിടെ രണ്ടാമത്തെ എൻട്രി. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു 1 minute ഓർഡർ ബ്ലോക്കിൽ നിന്ന് ബ്രേക്കർ ബ്ലോക്കിൽ നിന്ന് എൻട്രി എടുക്കാം. ഓക്കെ, അവിടെ നിന്ന് ഇപ്പം ഞങ്ങൾ എൻട്രി എടുക്കുവാണെങ്കിൽ സ്റ്റോപ്പ് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഇവിടെ ഇട്ടിട്ടാം. ഞാൻ എപ്പോഴും പറയുന്നത് ഇവിടെ ഇട്ടാ കുഴപ്പമില്ലെന്നില്ല, പക്ഷേ വേണ്ട ഇവിടെ തന്നെ ട്രേഡ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല. ഇവിടെ ഇറങ്ങുമല്ല പിരമിഡ് എൻട്രി.
കാരണം നമുക്ക് ഒത്തിരി ലോസ് ആവാനില്ലല്ലോ. ഒരു ചെറിയൊരു ഫെയർ വാല്യൂ ഗ്യാപ്പും കാണാൻ പറ്റും. പിരമിഡ് എൻട്രി എടുത്തിട്ട് ട്രയൽ ഡെസേർട്ട് ആണെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം. ട്രയൽ ഡെസേർട്ട് അവിടെ വെക്കാം. ഫൈൻ. ഇവിടുന്ന് ഞാൻ ഉണ്ടായിരുന്ന പൊസിഷൻ എല്ലാം എനിക്ക് ഓൾമോസ്റ്റ് 3 കിട്ടുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് എനിക്ക് തോന്നുന്നു 35 പോയിന്റ്സ് അല്ലായിരുന്നു. ഇത് 25 പോയിന്റ്സ് അല്ലേ? സോ ഇതൊരു നല്ലൊരു ട്രേഡ് ആയിരുന്നു. എടുത്തതിന്റെ മറ്റേ സാധനം കാണിച്ചു തരും. മിഷൻ ട്രേഡ് എന്ന് വേണമെങ്കിൽ പറയുന്നത്. മറ്റേ ട്രേഡ് എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മുമ്പിലുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് എടുക്കാൻ. സത്യം പറഞ്ഞ ഇമോഷൻസ് തന്നെയായിരുന്നു. ഫസ്റ്റ് പ്രസന്റഡ്. ഓക്കെ, സോ ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ, സോ ഐ തിങ്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിരുന്നു. എനിക്ക് ഇതാണ് സങ്കടമായത്. കോപ്പി ഇമേജ്. ഓ, ഞാൻ എടുത്തത് എവിടെ നിന്നാന്ന് വെച്ചാൽ ഞാൻ കാണുമായിരിക്കും. ഇവിടെ 4 ഇവിടെ സെൻഡ് ചെയ്തു. ഈ ഒരു ക്യാൻറ്റീൻ്റെ ക്ലോഷർ ഇവിടെ സെൻഡ് ഇട്ടു. ഇവിടെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇതേ ഉള്ളായിരുന്നു എനിക്ക്. ഇതിൻ്റെ താരം ഉള്ളായിരുന്നു സെല്ല്. എനിക്ക് ഒരു ക്യാൻറ്റീൻ ക്ലോസ് ചെയ്തു. സോ ഞാൻ ജസ്റ്റ് കൊണ്ടുപോയെടുത്ത് അങ്ങോട്ട്. സോ അതാണ് ഇന്നത്തെ ഇത്. സോ ഐ തിങ്ക് ഹോപ്പ് യു ഫൈൻഡ് സംതിങ് ഇൻസൈറ്റ്ഫുൾ ഫ്രം ദിസ് വീഡിയോ. ഓക്കെ, സോ കുറച്ചെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു വിചാരിക്കുന്നു. ഫസ്റ്റ് പേഴ്സണൽ ഫെറാരി ഒക്കെ എങ്ങനെ എടുക്കേണ്ടത് ആൻഡ് ഹൗ ടു ട്രേഡ് ഇൻ ദീസ് സിനാരിയോസ്. ഇപ്പോൾ വാഷ് സിനാരിയോസ് ആണ്. കാരണം ഇതെന്ത് ഇവിടെ നടക്കുന്നു? ഒന്നുമില്ല ആക്ച്വലി നടക്കുന്നു. ഓക്കെ, സോ ഐ തിങ്ക് ദാറ്റ്സ് all for the day, guys. So ഇതെന്താ പറ്റി? ഈ അനോട്ടേഷൻസ് ഞാൻ കളയുക. പിന്നെ ഇത് ഞാൻ റിയലി വിചാരിച്ചു ഇത് ഇവിടെ പോയിട്ടൊന്നും ഇവിടം വരെ പോയിരിക്കുന്നതാണ്. ഈ ഒരു ഡെയിലി അവർലി ഫെബ്രുവരി എപ്പോഴുണ്ടോ ഈ ഒരു ഹൈയെങ്കിലും എടുത്തിട്ട് താരപ്പൊന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് റിക്കറക്റ്റ് അടിക്കുന്ന ഇത് എടുക്കാഞ്ഞതാണ്. ഇനിയിപ്പോൾ എനിക്ക് എന്നാണ് എനിക്ക് അറസ്റ്റ് നോക്കി നാളെ 2 7 7 5 12 ദിവസങ്ങളുണ്ട് ട്രേഡ്. 12 ദിവസത്തിനുള്ളിൽ 2 നല്ല ട്രേഡ് കിട്ടി ജയിക്കാം. ഓക്കെ, സോ ഞാനൊന്ന് വെയിറ്റ് ചെയ്തു. ഞാൻ ഇതും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോ. ഞാൻ എന്തൊരു ഇതൊന്ന് എടുത്ത് കളഞ്ഞിട്ട് പോക്കോളാം. ഓക്കെ, ഫൈൻ.
Okay, so I think 5 minutes വേറെ ഒന്നുമില്ലെന്ന് തോന്നുന്നു ഇനി കളയാൻ. Yeah, നല്ലൊരു ട്രെയിനിങ് സിനാറിയോ ആയിരുന്നു ഇവിടെ. പക്ഷെ ഞാൻ എടുത്തില്ല. സാരമില്ല. നമ്മളിപ്പം നല്ലൊരു സാധന റേഞ്ച് എല്ലാം ക്രിയേറ്റ് ചെയ്തു. സോ ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം. നല്ല കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രൊട്ടക്റ്റഡ് ലോണാണ് ഇപ്പം. എന്തെടുക്കേണ്ടതെന്ന് എനിക്ക് ഒത്തിരി അറിയാനുണ്ട്. ഈ നവംബർ ഉണ്ടല്ലോ. കുറെ വരകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വരയെന്ന് വെച്ചാൽ എന്തായിരുന്നു വീക്കിലി വീക്കാണ് ഇത് ഓപ്പണിംഗ് ഗ്യാപ്സ്. നമ്മളിനി ഇവിടെ വല്ലതാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഇതിനുള്ളിൽ വല്ലതാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു വീക്ക് ഉപയോഗിക്കാം. അല്ല ഇവിടെ ഒട്ടൊക്കെ കയറുവാണെങ്കിൽ ഈ ഒരു വീക്ക് ഉപയോഗിക്കാം. ഓക്കെ, എന്താ എനിക്ക് ചാർട്ടിൻ്റെ ഈ സംഭവമാണ് മനസ്സിലാവാത്തത് ശരിക്കും. നമ്മൾ എന്ത് ചെയ്താലും ഇതൊന്നും പോകത്തില്ല. ഞാൻ ഇനി വലുതായിട്ടൊന്നുമില്ല. ഓക്കെ ഫൈൻ. അവറിലിട്ട് വെച്ച് സേവ് ചെയ്ത് വെച്ചേക്കാം. എമ്മനിക്ക് അല്ലേ ഒരു HFR ഒക്കെ എടുത്ത് കളയട്ടെ നാശം. I think that's all for the day, guys. So hope you find something insightful from this video. കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അയ്യോ, എന്തോ ഒരു കാര്യം മണ്ടത്തരം ചെയ്തോ. സേവ് ചെയ്തായിരുന്നു ഞാൻ. സേവ് ചെയ്തു. Yeah, I think you find something insightful from this video. Hope you. ഇന്ന് എനിക്ക് അവധിയാണ് ഇവിടെ. കോളേജ് ഇല്ല, ഇവിടെ കൾച്ചറൽസ് ആണ്. ഞാൻ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ചിലപ്പം ഞാൻ പോകത്തില്ല. മോസ്റ്റ്ലി ഞാൻ പോകാൻ ചാൻസ് ഇല്ല. കാരണം അത്ര ഒന്നുമില്ല അവിടെ പോയിട്ട്. I think that's all for today, guys. So see you in the next video. Okay, so bye.